تلك الرسل فضلنا بعضهم على بعض منهم من كلم الله ورفع بعضهم درجات وآتينا عيسى ابن مريم البينات وأيدناه بروح القدس ولو شاء الله ما اقتتل الذين من بعدهم من بعد ما جاءتهم البينات ولكن اختلفوا فمنهم من آمن ومنهم من كفر ولو شاء الله ما اقتتلوا ولكن الله يفعل ما يريد. ആ ദൈവദൂതന്മാരിൽ ചിലരെ നാം മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. അല്ലാഹു നേരിൽ സംസാരിച്ചവർ അവരിലുണ്ട്. മറ്റു ചിലരെ അവൻ വിശിഷ്ടമായ ചില പദവികളിലേക്ക് ഉയർത്തിയിരിക്കുന്നു. മറിയമിന്റെ മകൻ ഈസാക്ക് നാം വ്യക്തമായ അടയാളങ്ങൾ നൽകി. പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹത്തെ പ്രബലനാക്കി. അല്ലാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ അവരുടെ പിന്മുറക്കാർ അവർക്ക് വ്യക്തമായ തെളിവ് വന്നെത്തിയ ശേഷവും പരസ്പരം പൊരുതുമായിരുന്നില്ല. എന്നാൽ അവർ ഭിന്നിച്ചു. അവരിൽ വിശ്വസിച്ചവരുണ്ട്, സത്യനിഷേധികളുമുണ്ട്. അല്ലാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ അവർ ഏറ്റുമുട്ടുമായിരുന്നില്ല. പക്ഷേ അല്ലാഹു അവനിച്ഛിക്കുന്നത് ചെയ്യുന്നു. يا أيها الذين آمنوا أنفقوا مما رزقناكم من قبل أن يأتي يوم لا بيع فيه ولا خلة ولا شفاعة والكافرون هم الظالمون. വിശ്വസിച്ചവരെ, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക. കൊള്ളക്കൊടുക്കയോ സൗഹൃദമോ ശുപാർശയോ ഒന്നും നടക്കാത്ത നാൾ വന്നെത്തും മുമ്പേ. സത്യനിഷേധികൾ തന്നെയാണ് അക്രമികൾ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അല്ലാഹു, അവനല്ലാതെ ദൈവമില്ല. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാറ്റിനെയും പരിപാലിക്കുന്നവൻ. മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല. ആകാശഭൂമികളിലുള്ളതൊക്കെയും അവന്റേതാണ്. അവന്റെ അടുക്കൽ അനുവാദമില്ലാതെ ശുപാർശ ചെയ്യാൻ കഴിയുന്നവനാര്? അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അവൻ അറിയുന്നു. അവന്റെ അറിവിൽ നിന്ന് അവനിച്ഛിക്കുന്നതല്ലാതെ അവർക്കൊന്നും അറിയാൻ സാധ്യവുമല്ല. അവന്റെ ആധിപത്യം ആകാശഭൂമികളെയാകെ ഉൾക്കൊണ്ടിരിക്കുന്നു. അവയുടെ സംരക്ഷണം അവനൊട്ടും ഭാരമാവുന്നില്ല. അവൻ അത്യുന്നതനും മഹാനുമാണ്. لا إكراه في الدين قد تبين الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها والله سميع عليم. മതത്തിൽ ബലപ്രയോഗം അരുത്. നന്മ തിന്മകളുടെ വഴികൾ വ്യക്തമായും വേർതിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ കള്ളദൈവങ്ങളെ നിഷേധിക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ മുറുകെ പിടിച്ചത് ഉറപ്പുള്ള കയറിലാണ്. അതറ്റുപോവില്ല. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ
والذين كفروا أولياؤهم الطاغوت يخرجونهم من النور إلى الظلمات أولئك أصحاب النار هم فيها خالدون. അല്ലാഹു വിശ്വസിച്ചവരുടെ രക്ഷകനാണ്. അവൻ അവരെ ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ സത്യനിഷേധികളുടെ രക്ഷാധികാരികൾ കള്ളദൈവങ്ങളാണ്. അവർ അവരെ നയിക്കുന്നത് വെളിച്ചത്തിൽ നിന്ന് ഇരുളുകളിലേക്കാണ്. അവർ തന്നെയാണ് നരകാവകാശികൾ. അവരതിൽ സ്ഥിരവാസികളായിരിക്കും. അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹു അല്ലാഹുൽ മുൽക ഇദ് ഖാല ഇബ്രാഹീമു റബ്ബിയല്ലദീ യുഹ്യീ വയുമീതു ഖാല അന ഉഹ്യീ വഉമീത് قال إبراهيم فإن الله يأتي بالشمس من المشرق فأت بها من المغرب فبهت الذي كفر والله لا يهدي القوم الظالمين. നീ കണ്ടില്ലേ ഇബ്രാഹീമിനോട് അദ്ദേഹത്തിന്റെ നാഥന്റെ കാര്യത്തിൽ തർക്കിച്ചവനെ? കാരണം അല്ലാഹു അവന് രാജാധികാരം നൽകി. ഇബ്രാഹിം പറഞ്ഞു, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്റെ നാഥൻ. അയാൾ അവകാശപ്പെട്ടു, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. ഇബ്രാഹിം പറഞ്ഞു, എന്നാൽ അല്ലാഹു സൂര്യനെ കിഴക്കുനിന്നുദിപ്പിക്കുന്നു, നീ അതിനെ പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിക്കുക. അപ്പോൾ ആ സത്യനിഷേധി ഉത്തരം മുട്ടി. അക്രമികളായ ജനത്തെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. ഔ കല്ലദീ മർറ അലാ ഖർയതിൻ വഹിയ ഖാവിയതുൻ അലാ ഉറൂശിഹാ ഖാല അന്നാ യുഹ്യീ ഹാദിഹി അല്ലാഹു ബഅദ മൗതിഹാ فأماته الله 100 عام ثم بعثه قال كم لبثت قال لبثت يوما أو بعض يوم قال بل لبثت 100 عام فانظر إلى طعامك وشرابك لم يتسنه وانظر إلى حمارك ولنجعلك آية للناس وانظر إلى العظام كيف ننشزها ثم نكسوها لحما فلما تبين له قال أعلم أن الله على كل شيء قدير. അല്ലെങ്കിലിതാ മറ്റൊരു ഉദാഹരണം. തകർന്ന് കീഴ്മേൽ മറിഞ്ഞു കിടക്കുന്ന ഒരു പട്ടണത്തിലൂടെ സഞ്ചരിക്കാനിടയായ ഒരാൾ. അയാൾ പറഞ്ഞു, നിർജീവമായി കഴിഞ്ഞ ശേഷം ഇതിനെ അല്ലാഹു എങ്ങനെ ജീവിപ്പിക്കാനാണ്? അപ്പോൾ അല്ലാഹു അയാളെ 100 കൊല്ലം ജീവനറ്റ നിലയിലാക്കി. പിന്നീട് ഉയിർത്തെഴുന്നേൽപ്പിച്ചു. അല്ലാഹു ചോദിച്ചു, നീ എത്ര കാലം ഇങ്ങനെ കഴിച്ചുകൂട്ടി? അയാൾ പറഞ്ഞു, 1 ദിവസം, അല്ലെങ്കിൽ 1 ദിവസത്തിന്റെ ഏതാനും ഭാഗം. അല്ലാഹു പറഞ്ഞു, അല്ല, നീ 100 കൊല്ലം ഇങ്ങനെ കഴിച്ചുകൂട്ടിയിരിക്കുന്നു. നീ നിന്റെ അന്നപാനീയങ്ങൾ നോക്കൂ, അവയൊട്ടും വ്യത്യാസപ്പെട്ടിട്ടില്ല. എന്നാൽ നീ നിന്റെ കഴുതയെ ഒന്ന് നോക്കൂ. നിന്നെ ജനത്തിന് ഒരു ദൃഷ്ടാന്തമാക്കാനാണ് നാം ഇങ്ങനെയെല്ലാം ചെയ്തത്. ആ എല്ലുകളിലേക്ക് നോക്കൂ, നാം അവയെ എങ്ങനെ കൂട്ടിയിണക്കുന്നുവെന്നും പിന്നെ എങ്ങനെ മാംസം കൊണ്ട് പൊതിയുന്നുവെന്നും. ഇങ്ങനെ സത്യം വ്യക്തമായപ്പോൾ അയാൾ പറഞ്ഞു, അല്ലാഹു എല്ലാറ്റിനും കഴിവുറ്റവനാണെന്ന് ഞാൻ അറിയുന്നു. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ أَرِنِي كَيْفَ تُحْيِي الْمَوْتَى قَالَ أَوَلَمْ تُؤْمِنْ قَالَ بَلَى وَلَكِنْ لِيَطْمَئِنَّ قَلْبِي قال فخذ 4 من الطير فصرهن إليك ثم اجعل على كل جبل منهن جزءا ثم
ادْعُهُنَّ يَأْتِينَكَ سَعْيًا وَاعْلَمْ أَنَّ اللَّهَ عَزِيزٌ حَكِيمٌ. ഓർക്കുക, ഇബ്രാഹിം പറഞ്ഞു, എന്റെ നാഥ, മരിച്ചവരെ നീ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണിച്ചു തരിക. അല്ലാഹു ചോദിച്ചു, നീ വിശ്വസിച്ചിട്ടില്ലേ? അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും, എന്നാലും എനിക്ക് മനസ്സമാധാനം ലഭിക്കാനാണ്. അല്ലാഹു കൽപ്പിച്ചു, എങ്കിൽ 4 പക്ഷികളെ പിടിച്ച് അവയെ നിന്നോട് ഇണക്കമുള്ളതാക്കുക. പിന്നെ അവയുടെ തുണ്ടം ഓരോ മലയിലും വെക്കുക. എന്നിട്ടവയെ വിളിക്കുക. അവ നിന്റെ അടുക്കൽ പറന്നെത്തും. അറിയുക, അല്ലാഹു പ്രതാപിയും യുക്തിമാനുമാണ്. مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت 7 سنابل في كل سنبلة 100 حبة والله يضاعف لمن يشاء والله واسع عليم. ദൈവമാർഗത്തിൽ തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവരുടെ ഉപമയിത ഒരു ധാന്യമണി. അത് 7 കതിരുകൾ മുളപ്പിച്ചു. ഓരോ കതിരിലും 100 മണികൾ. അല്ലാഹു അവനിച്ഛിക്കുന്നവർക്ക് ഇരട്ടിപ്പിച്ചു കൊടുക്കുന്നു. അല്ലാഹു ഏറെ വിശാലതയുള്ളവനും സർവജ്ഞനുമാണ്. الذين ينفقون أموالهم في سبيل الله ثم لا يتبعون ما أنفقوا منا ولا أذى لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. അല്ലാഹുവിന്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം ചെലവഴിക്കുന്നു. എന്നിട്ട് ചെലവഴിച്ചത് എടുത്തു പറയുകയോ ദാനം വാങ്ങിയവരെ ശല്യപ്പെടുത്തുകയോ ചെയ്യുന്നുമില്ല. അത്തരക്കാർക്ക് അവരുടെ നാഥന്റെ അടുക്കൽ അർഹമായ പ്രതിഫലമുണ്ട്. അവർ പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതുമില്ല. ഖൗലുൻ മഅറൂഫുൻ വമഗ്ഫിറത്തുൻ ഖൈറുൻ മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ വല്ലാഹു ഗനിയ്യുൻ ഹലീം. ദ്രോഹം പിന്തുടരുന്ന ദാനത്തേക്കാൾ ഉത്തമം നല്ല വാക്കു പറയലും മാപ്പേകലുമാകുന്നു. അല്ലാഹു സ്വയം പര്യാപ്തനും ഏറെ ക്ഷമയുള്ളവനും തന്നെ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽമന്നി വൽ അദാ കല്ലദീ യുൻഫിഖു മാലഹു റിആഅ الناس ولا يؤمن بالله واليوم الآخر فمثله كمثل صفوان عليه تراب فأصابه وابل فتركه صلدا لا يقدرون على شيء مما كسبوا والله لا يهدي القوم الكافرين. വിശ്വസിച്ചവരെ, കൊടുത്തത് എടുത്തു പറഞ്ഞും സ്വൈര്യം കെടുത്തിയും നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ പാഴാക്കരുത്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതെ ആളുകളെ കാണിക്കാനായി മാത്രം ചെലവഴിക്കുന്നവനെപ്പോലെ. അതിന്റെ ഉപമയിത ഒരുറച്ച പാറ. അതിന്മേൽ ഇത്തിരി മണ്ണുണ്ടായിരുന്നു. അങ്ങനെ അതിന്മേൽ കനത്ത മഴ പെയ്തു. അതോടെ അത് മിനുത്ത പാറപ്പുറം മാത്രമായി. അവർ അധ്വാനിച്ചതിന്റെ ഫലമൊന്നും അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അല്ലാഹു സത്യനിഷേധികളായ ജനത്തെ നേർവഴിയിലാക്കുകയില്ല. وَمَثَلُ الَّذِينَ يُنْفِقُونَ أَمْوَالَهُمُ ابْتِغَاءَ مَرْضَاتِ اللَّهِ وَتَثْبِيتًا مِّنْ أَنفُسِهِمْ كَمَثَلِ جَنَّةٍ بِرَبْوَةٍ أَصَابَهَا وَابِلٌ فَآتَتْ أُكُلَهَا ضِعْفَيْنِ فَإِن لَّمْ يُصِبْهَا وَابِلٌ فَطَلٌّ വല്ലാഹു ബിമാ തഅമലൂന ബസീർ. ദൈവപ്രീതി പ്രതീക്ഷിച്ചും തികഞ്ഞ നിശ്ചയദാർഢ്യത്തിന്റെ അടിസ്ഥാനത്തിലും തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവരുടെ ഉദാഹരണമിതാ. ഉയർന്ന പ്രദേശത്തുള്ള ഒരു തോട്ടം. കനത്ത മഴ കിട്ടിയപ്പോൾ
അതിരട്ടി വിളവ് നൽകി. അഥവാ അതിനു കനത്ത മഴ കിട്ടാതെ ചാറ്റൽ മഴ മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ അതും മതിയാകും. നിങ്ങൾ ചെയ്യുന്നതെല്ലാം കാണുന്നവനാണ് അല്ലാഹു. أيود أحدكم أن تكون له جنة من نخيل وأعناب تجري من تحتها الأنهار له فيها من كل الثمرات وأصابه الكبر وله ذرية ضعفاء فأصابها إعصار فيه نار فاحترقت كذلك يبين الله لكم الآيات لعلكم تتفكرون. നിങ്ങളിലാർക്കെങ്കിലും ഈന്തപ്പനകളും മുന്തിരിവള്ളികളുമുള്ള തോട്ടമുണ്ടെന്ന് കരുതുക. അതിന്റെ താഴ്ഭാഗത്തൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിൽ എല്ലായിനം കായ്ക്കനികളുമുണ്ട്. അയാൾക്കോ വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നു. അയാൾക്ക് ദുർബലരായ കുറെ കുട്ടികളുമുണ്ട്. അപ്പോഴതാ തീക്കാറ്റേറ്റ് ആ തോട്ടം കരിഞ്ഞു പോകുന്നു. ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഇவ்விധം അല്ലാഹു നിങ്ങൾക്ക് തെളിവുകൾ വിവരിച്ചു തരുന്നു. നിങ്ങൾ ആലോചിച്ചറിയാൻ. യാ അയ്യുഹല്ലദീന ആമനൂ أنفقوا من طيبات ما كسبتم ومما أخرجنا لكم من الأرض ولا تيمموا الخبيث منه تنفقون ولستم بآخذيه إلا أن تغمضوا فيه واعلموا أن الله غني حميد. വിശ്വസിച്ചവരെ, നിങ്ങൾ സമ്പാദിച്ച ഉത്തമ വസ്തുക്കളിൽ നിന്നും നിങ്ങൾക്കു നാം ഭൂമിയിൽ ഉൽപ്പാദിപ്പിച്ചു തന്നതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുക. കണ്ണടച്ചുകൊണ്ടല്ലാതെ നിങ്ങൾക്കു തന്നെ സ്വീകരിക്കാനാവാത്ത ചീത്ത വസ്തുക്കൾ ദാനം ചെയ്യാനായി കരുതിവെക്കരുത്. അറിയുക, അല്ലാഹു ആരുടെയും ആശ്രയമില്ലാത്തവനും സ്തുത്യർഹനുമാണ്. الشيطان يعدكم الفقر ويأمركم بالفحشاء والله يعدكم مغفرة منه وفضلا والله واسع عليم. പിശാച് പട്ടിണിയെപ്പറ്റി നിങ്ങളെ പേടിപ്പിക്കുന്നു. നീചവൃത്തികൾ നിങ്ങളോട് അനുശാസിക്കുകയും ചെയ്യുന്നു. എന്നാൽ അല്ലാഹു തന്നിൽ നിന്നുള്ള പാപമോചനവും അനുഗ്രഹവും നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു. അല്ലാഹു വിശാലതയുള്ളവനും എല്ലാം അറിയുന്നവനുമാണ്. യുഅ്തിൽ ഹിക്മത മൻ യശാ വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. അല്ലാഹു അവനിച്ഛിക്കുന്നവർക്ക് അഗാധമായ അറിവ് നൽകുന്നു. അത്തരം അറിവ് നൽകപ്പെടുന്നവന് കണക്കില്ലാത്ത നേട്ടമാണ് കിട്ടുന്നത്. എന്നാൽ ബുദ്ധിമാന്മാർ മാത്രമേ പാഠം ഉൾക്കൊള്ളുന്നുള്ളൂ. വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദ്രിൻ ഫഇന്നല്ലാഹ യഅലമുഹു വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. നിങ്ങൾ എത്രയൊക്കെ ചെലവഴിച്ചാലും എന്തൊക്കെ നേർച്ചയാക്കിയാലും അതെല്ലാം ഉറപ്പായും അല്ലാഹു അറിയുന്നു. അക്രമികൾക്ക് സഹായികളായി ആരുമുണ്ടാവില്ല. ഇൻ തുബ്ദു الصدقات فنعما هي وإن تخفوها وتؤتوها الفقراء فهو خير لكم ويكفر عنكم من سيئاتكم والله بما تعملون خبير. നിങ്ങൾ ദാനധർമ്മങ്ങൾ പരസ്യമായി ചെയ്യുന്നുവെങ്കിൽ
അത് വളരെ നല്ലതുതന്നെ. എന്നാൽ നിങ്ങളത് രഹസ്യമാക്കുകയും പാവങ്ങൾക്ക് നൽകുകയുമാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം. അത് നിങ്ങളുടെ പല പിഴവുകളെയും മായ്ച്ചുകളയും. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും നന്നായി അറിയുന്നവനാണ് അല്ലാഹു. ലൈസ അലൈക ഹുദാഹും വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലിഅൻഫുസികും وما تنفقون إلا ابتغاء وجه الله وما تنفقوا من خير يوفى إليكم وأنتم لا تظلمون. ജനങ്ങളെ നേർവഴിയിലാക്കേണ്ട ബാധ്യത നിനക്കില്ല. എന്നാൽ അല്ലാഹു അവനിച്ഛിക്കുന്നവരെയാണ് നേർവഴിയിലാക്കുന്നത്. നിങ്ങൾ നല്ലതെന്തെങ്കിലും ചെലവഴിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടി തന്നെയാണ്. അല്ലാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ച് മാത്രമാണ് നിങ്ങൾ ചെലവഴിക്കേണ്ടത്. നിങ്ങൾ നല്ലതെന്ത് ചെലവഴിച്ചാലും അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് പൂർണ്ണമായും ലഭിക്കും. നിങ്ങളോടൊട്ടും അനീതി കാണിക്കുകയില്ല. الذين أحصروا في سبيل الله لا يستطيعون ضربا في الأرض يحسبهم الجاهل أغنياء من التعفف تعرفهم بسيماهم لا يسألون الناس إلحافا وما تنفقوا من خير فإن الله به عليم. ഭൂമിയിൽ സഞ്ചരിച്ച് അന്നമന്വേഷിക്കാൻ അവസരമില്ലാത്ത വിധം അല്ലാഹുവിന്റെ മാർഗത്തിലെ തീവ്രയത്നങ്ങളിൽ ബന്ധിതരായ ദരിദ്രർക്കു വേണ്ടി ചെലവഴിക്കുക. അവരുടെ മാന്യത കാരണം അവർ ധനികരാണെന്ന് അറിവില്ലാത്തവർ കരുതിയേക്കാം. എന്നാൽ ലക്ഷണം കൊണ്ട് നിനക്കവരെ തിരിച്ചറിയാം. അവർ ആളുകളെ ചോദിച്ച് ശല്യം ചെയ്യുകയില്ല. നിങ്ങൾ നല്ലത് എത്ര ചെലവഴിച്ചാലും തീർച്ചയായും അല്ലാഹു അതറിയുന്നവനാണ്. الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. രാവും പകലും രഹസ്യമായും പരസ്യമായും തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവർക്ക് അവരുടെ നാഥന്റെ അടുക്കൽ അവരർഹിക്കുന്ന പ്രതിഫലമുണ്ട്. അവർക്കൊന്നും പേടിക്കാനില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا فمن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله ومن عاد فأولئك أصحاب النار هم فيها خالدون. പലിശ തിന്നുന്നവർക്ക് പിശാചുബാധയേറ്റ് കാലുറപ്പിക്കാനാവാതെ വേച്ച് എഴുന്നേൽക്കുന്നവനെപ്പോലെയല്ലാതെ നിവർന്നു നിൽക്കാനാവില്ല. കച്ചവടം പലിശ പോലെ തന്നെ എന്ന് അവർ പറഞ്ഞതിനാലാണിത്. എന്നാൽ അല്ലാഹു കച്ചവടം അനുവദിക്കുകയും പലിശ വിരോധിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ അല്ലാഹുവിന്റെ ഉപദേശം വന്നെത്തിയതനുസരിച്ച് ആരെങ്കിലും പലിശയിൽ നിന്ന് വിരമിച്ചാൽ നേരത്തെ പറ്റിപ്പോയത് അവനുള്ളതു തന്നെ. അവന്റെ കാര്യം അല്ലാഹുവിങ്കലാണ്. അഥവാ ആരെങ്കിലും പലിശയിലേക്ക് മടങ്ങുന്നുവെങ്കിൽ അവരാണ് നരകാവകാശികൾ. അവരതിൽ സ്ഥിരവാസികളായിരിക്കും. യംഹഖുല്ലാഹു الربا ويربي الصدقات
والله لا يحب كل كفار أثيم. അല്ലാഹു പലിശയെ നിശേഷം നശിപ്പിക്കുന്നു, ദാനധർമ്മങ്ങളെ പോഷിപ്പിക്കുന്നു. നന്ദി കെട്ടവനും കുറ്റവാളിയുമായ ആരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. الذين آمنوا وعملوا الصالحات وأقاموا الصلاة وآتوا الزكاة لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും ചെയ്തവർക്ക് തങ്ങളുടെ നാഥന്റെ അടുക്കൽ അവരർഹിക്കുന്ന പ്രതിഫലമുണ്ട്. അവർ പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടി വരികയുമില്ല. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ. വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, പലിശ ഇനത്തിൽ ബാക്കിയുള്ളത് ഉപേക്ഷിക്കുക, നിങ്ങൾ വിശ്വാസികളെങ്കിൽ. فإن لم تفعلوا فأذنوا بحرب من الله ورسوله وإن تبتم فلكم رؤوس أموالكم لا تظلمون ولا تظلمون. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അറിയുക, നിങ്ങൾക്കെതിരെ അല്ലാഹുവിന്റെയും അവന്റെ ദൂതന്റെയും യുദ്ധപ്രഖ്യാപനമുണ്ട്. നിങ്ങൾ പശ്ചാത്തപിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മൂലധനം നിങ്ങൾക്കു തന്നെയുള്ളതാണ്. നിങ്ങൾ ആരെയും ദ്രോഹിക്കാതെയും നിങ്ങൾ ആരുടെയും ദ്രോഹത്തിനിരയാകാതെയും ഇരിക്കാനാണിത്. وَإِن كَانَ ذُو عُسْرَةٍ فَنَظِرَةٌ إِلَى مَيْسَرَةٍ وَأَن تَصَدَّقُوا خَيْرٌ لَكُمْ إِن كُنتُمْ تَعْلَمُونَ. കടക്കാരൻ ക്ലേശിക്കുന്നവനെങ്കിൽ ആശ്വാസമുണ്ടാകും വരെ അവധി നൽകുക. നിങ്ങൾ ദാനമായി നൽകുന്നതാണ് നിങ്ങൾക്കുത്തമം, നിങ്ങൾ അറിയുന്നവരെങ്കിൽ. وَاتَّقُوا يَوْمًا تُرْجَعُونَ فِيهِ إِلَى اللَّهِ ثُمَّ تُوَفَّى كُلُّ نَفْسٍ مَا كَسَبَتْ وَهُمْ لَا يُظْلَمُونَ. നിങ്ങൾ അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു ചെല്ലുന്ന നാളിനെ സൂക്ഷിക്കുക. പിന്നീട് ഓരോരുത്തർക്കും തങ്ങൾ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം പൂർണ്ണമായി നൽകുന്നതാണ്. അവർ അനീതിക്കിരയാവുകയുമില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബൂഹു വൽയക്തുബ് ബൈനകും കാതിബുൻ ബിൽഅദ്ൽ ولا يأب كاتب أن يكتب كما علمه الله فليكتب وليملل الذي عليه الحق وليتق الله ربه ولا يبخس منه شيئا فإن كان الذي عليه الحق سفيها أو ضعيفا أو لا يستطيع أن يمل هو فليملل وليه بالعدل واستشهدوا شهيدين من رجالكم فإن لم يكونا رجلين فرجل وامرأتان ممن ترضون من الشهداء أن تضل إحداهما فتذكر إحداهما الأخرى ولا يأبى الشهداء إذا ما دعوا ولا تسأموا أن تكتبوه صغيرا أو كبيرا إلى أجله ذلكم أقسط عند الله وأقوم للشهادة وأدنى ألا ترتابوا إلا أن تكون تجارة حاضرة تديرونها بينكم فليس عليكم جناح ألا تكتبوها
وأشهدوا إذا تبايعتم ولا يضار كاتب ولا شهيد وإن تفعلوا فإنه فسوق بكم واتقوا الله ويعلمكم الله والله بكل شيء عليم. വിശ്വസിച്ചവരെ, നിശ്ചിത അവധി നിർണയിച്ച് നിങ്ങൾ വല്ല കടമിടപാടും നടത്തുകയാണെങ്കിൽ അത് രേഖപ്പെടുത്തി വെക്കണം. എഴുതുന്നയാൾ നിങ്ങൾക്കിടയിൽ അത് നീതിയോടെ കുറിച്ചുവെക്കട്ടെ. ഒരെഴുത്തുകാരനും അല്ലാഹു അവനെ പഠിപ്പിച്ച പോലെ എഴുതാൻ വിസമ്മതിക്കരുത്. അയാളത് രേഖപ്പെടുത്തുകയും കടബാധ്യതയുള്ളവൻ പറഞ്ഞുകൊടുക്കുകയും വേണം. അയാൾ അല്ലാഹുവെ സൂക്ഷിക്കുകയും തന്റെ ബാധ്യതയിൽ ഒന്നും കുറവ് വരുത്താതിരിക്കുകയും ചെയ്യട്ടെ. അഥവാ കടക്കാരൻ മൂഢനോ കാര്യശേഷി കുറഞ്ഞവനോ പറഞ്ഞുകൊടുക്കാൻ കഴിവില്ലാത്തവനോ ആണെങ്കിൽ അയാളുടെ രക്ഷിതാവ് അയാൾക്ക് വേണ്ടി നീതിനിഷ്ഠമായി വാചകം പറഞ്ഞുകൊടുക്കണം. നിങ്ങളിലെ 2 പുരുഷന്മാരെ സാക്ഷി നിർത്തണം. അഥവാ 2 പുരുഷന്മാരില്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു പുരുഷനും 2 സ്ത്രീയും സാക്ഷികളായുണ്ടാവണം. അവരിൽ ഒരുവൾക്ക് തെറ്റുപറ്റിയാൽ മറ്റവൾ ഓർമ്മിപ്പിക്കാനാണിത്. സാക്ഷികളെ വിളിച്ചാൽ അവരതിന് വിസമ്മതിക്കരുത്. ഇടപാട് ചെറുതായാലും വലുതായാലും അതിന്റെ അവധി നിശ്ചയിച്ച് രേഖപ്പെടുത്താൻ മടിക്കരുത്. അതാണ് അല്ലാഹുവിങ്കൽ ഏറ്റവും നീതിനിഷ്ഠം. സാക്ഷ്യത്തിന് കൂടുതൽ കരുത്തു നൽകുന്നതും നിങ്ങൾക്ക് സംശയം തോന്നാതിരിക്കാൻ ഏറ്റവും പറ്റിയതും അതുതന്നെ. എന്നാൽ നിങ്ങൾ റൊക്കമായി നടത്തുന്ന കച്ചവട ഇടപാടുകൾക്കിത് ബാധകമല്ല. അത് രേഖപ്പെടുത്താതിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാലും നിങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുമ്പോൾ സാക്ഷി നിർത്തണം. അതോടൊപ്പം എഴുത്തുകാരനോ സാക്ഷിയോ പീഡിപ്പിക്കപ്പെടരുത്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അത് അധർമ്മമാണ്. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക. അല്ലാഹു നിങ്ങൾക്കെല്ലാം പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു എല്ലാ കാര്യങ്ങളും നന്നായി അറിയുന്നവനത്രേ. وَإِن كُنتُمْ عَلَى سَفَرٍ وَلَمْ تَجِدُوا كَاتِبًا فَرِهَانٌ مَّقْبُوضَةٌ فَإِنْ أَمِنَ بَعْضُكُمْ بَعْضًا فَلْيُؤَدِّ الَّذِي اؤْتُمِنَ أَمَانَتَهُ وَلْيَتَّقِ اللَّهَ رَبَّهُ وَلَا تَكْتُمُوا الشَّهَادَةَ وَمَن يَكْتُمْهَا فَإِنَّهُ آثِمٌ قَلْبُهُ وَاللَّهُ بِمَا تَعْمَلُونَ عَلِيمٌ. അഥവാ നിങ്ങൾ യാത്രയിലാവുകയും എഴുതാൻ ആളെ കിട്ടാതിരിക്കുകയുമാണെങ്കിൽ പണയവസ്തുക്കൾ കൈമാറിയാൽ മതി. നിങ്ങളിലൊരാൾ മറ്റൊരാളെ വല്ലതും വിശ്വസിച്ചേൽപ്പിച്ചാൽ അയാൾ തന്നെ വിശ്വസിച്ചേൽപ്പിച്ചത് തിരിച്ചു നൽകണം. തന്റെ നാഥനായ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും വേണം. നിങ്ങൾ സാക്ഷ്യം ഒരിക്കലും മറച്ചുവെക്കരുത്. ആരതിനെ മറച്ചുവെക്കുന്നുവോ അവന്റെ മനസ്സ് പാപഭംഗിലമാണ്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം നന്നായി അറിയുന്നവനാണ് അല്ലാഹു. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് وَإِن تُبْدُوا مَا فِي أَنفُسِكُمْ أَوْ تُخْفُوهُ يُحَاسِبْكُم بِهِ اللَّهُ فَيَغْفِرُ لِمَن يَشَاءُ وَيُعَذِّبُ مَن يَشَاءُ وَاللَّهُ عَلَى كُلِّ شَيْءٍ قَدِيرٌ. ആകാശഭൂമികളിലുള്ളതൊക്കെയും അല്ലാഹുവിൻ്റേതാണ്. നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ വെളിപ്പെടുത്തിയാലും ഒളിപ്പിച്ചുവെച്ചാലും അല്ലാഹു അതിന്റെ പേരിൽ നിങ്ങളെ വിചാരണ ചെയ്യും. അങ്ങനെ അവനിച്ഛിക്കുന്നവർക്ക് അവൻ മാപ്പേകും. അവനിച്ഛിക്കുന്നവരെ അവൻ ശിക്ഷിക്കും. അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാണ്. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി
وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. ദൈവദൂതൻ തന്റെ നാഥനിൽ നിന്ന് തനിക്ക് ഇറക്കിക്കിട്ടിയതിൽ വിശ്വസിച്ചിരിക്കുന്നു. അതുപോലെ സത്യവിശ്വാസികളും അവരെല്ലാം അല്ലാഹുവിലും അവന്റെ മലക്കുകളിലും വേദപുസ്തകങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വസിച്ചിരിക്കുന്നു. പ്രവാചകന്മാരിൽ ആരോടും ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ലെന്ന് അവർ സമ്മതിക്കുന്നു. അവരിങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു: ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് നീ മാപ്പേകണമേ, നിന്നിലേക്കാണല്ലോ മടക്കം. لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. അല്ലാഹു ആരെയും അയാളുടെ കഴിവിൽ കവിഞ്ഞതിന് നിർബന്ധിക്കുന്നില്ല. ഒരുവൻ സമ്പാദിച്ചതിന്റെ സദ്ഫലം അവനുള്ളതാണ്. അവൻ സമ്പാദിച്ചതിന്റെ ദുഷ്ഫലവും അവനു തന്നെ. ഞങ്ങളുടെ നാഥ, മറവി സംഭവിച്ചതിന്റെയും പിഴവ് പറ്റിയതിന്റെയും പേരിൽ ഞങ്ങളെ നീ പിടികൂടരുതേ. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ പൂർവികരെ വഹിപ്പിച്ചതുപോലുള്ള ഭാരം ഞങ്ങളുടെ മേൽ നീ ചുമത്തരുതേ. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് താങ്ങാനാവാത്ത കൊടുംഭാരം ഞങ്ങളെ നീ വഹിപ്പിക്കരുതേ. ഞങ്ങൾക്കു നീ മാപ്പേകണമേ, പൊറുത്തു തരേണമേ. ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ. നീയാണല്ലോ ഞങ്ങളുടെ രക്ഷകൻ. അതിനാൽ സത്യനിഷേധികളായ ജനത്തിനെതിരെ ഞങ്ങളെ നീ സഹായിക്കണമേ. അധ്യായം 3. ആലു ഇമ്രാൻ. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 200. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം മീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അലിഫ് ലാം മീം. അല്ലാഹു, അവനല്ലാതെ ദൈവമില്ല. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാറ്റിനെയും പരിപാലിക്കുന്നവൻ. نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل من قبل هدى للناس وأنزل الفرقان إن الذين كفروا بآيات الله لهم عذاب شديد والله عزيز ذو انتقام. സത്യസന്ദേശവുമായി ഈ ഗ്രന്ഥം നിനക്ക് ഇറക്കിത്തന്നത് അവനാണ്. അത് മുൻവേദങ്ങളെ ശരിവെക്കുന്നു. ഇതിനു മുമ്പ് തൗറാത്തും ഇഞ്ചീലും അവൻ ഇറക്കിക്കൊടുത്തു, മനുഷ്യർക്ക് വഴി കാണിക്കാൻ. ശരിതെറ്റുകളെ വേർതിരിച്ചറിയാനുള്ള പ്രമാണവും അവൻ ഇറക്കിത്തന്നു. അതിനാൽ അല്ലാഹുവിന്റെ വചനങ്ങളെ തള്ളിപ്പറഞ്ഞവരാരോ അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. അല്ലാഹു പ്രതാപിയും ദുഷ്ടന്മാരോട് പ്രതികാരം ചെയ്യുന്നവനുമാകുന്നു. ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ. ഭൂമിയിലോ ആകാശത്തോ അല്ലാഹുവിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന ഒന്നും തന്നെയില്ല, തീർച്ച. ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാമി കൈഫ യശാ
لا إله إلا هو العزيز الحكيم. അവനാണ് ഗർഭാശയങ്ങളിൽ അവനിച്ഛിക്കും വിധം നിങ്ങളെ രൂപപ്പെടുത്തുന്നത്. അവനല്ലാതെ ദൈവമില്ല. അവൻ പ്രതാപിയാണ്, യുക്തിമാനും. هو الذي أنزل عليك الكتاب منه آيات محكمات هن أم الكتاب وأخر متشابهات فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله وما يعلم تأويله إلا الله والراسخون في العلم يقولون آمنا به كل من عند ربنا وما يذكر إلا أولو الألباب. അവനാണ് നിനക്ക് ഈ ഗ്രന്ഥം ഇറക്കിത്തന്നത്. അതിൽ വ്യക്തവും ഖണ്ഡിതവുമായ വാക്യങ്ങളുണ്ട്. അവയാണ് ഈ ഗ്രന്ഥത്തിന്റെ കാതലായ ഭാഗം. തെളിച്ചു പറഞ്ഞിട്ടില്ലാത്ത ചില വാക്യങ്ങളുമുണ്ട്. മനസ്സിൽ വക്രതയുള്ളവർ കുഴപ്പമാഗ്രഹിച്ച് ആശയവ്യക്തതയില്ലാത്ത വാക്യങ്ങളുടെ പിറകെ പോവുകയും അവയെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവയുടെ ശരിയായ വ്യാഖ്യാനം അല്ലാഹുവിനെ അറിയുകയുള്ളൂ. അറിവിൽ പാകത നേടിയവർ പറയും, ഞങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു, എല്ലാം ഞങ്ങളുടെ നാഥനിൽ നിന്നുള്ളതാണ്. ബുദ്ധിമാന്മാർ മാത്രമേ ആലോചിച്ചറിയുന്നുള്ളൂ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. അവർ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ നാഥ, ഞങ്ങളെ നീ നേർവഴിയിലാക്കിയ ശേഷം ഞങ്ങളുടെ മനസ്സുകളെ അതിൽ നിന്ന് തെറ്റിച്ചു കളയരുതേ. നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്കു നൽകണമേ. സംശയമില്ല, നീ അത്യുദാരൻ തന്നെ. ربنا إنك جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد. ഞങ്ങളുടെ നാഥ, തീർച്ചയായും ഒരു നാൾ നീ ജനങ്ങളെയൊക്കെ ഒരുമിച്ചു കൂട്ടും. അതിലൊട്ടും സംശയമില്ല. നിശ്ചയമായും അല്ലാഹു വാഗ്ദത്തം ലംഘിക്കുകയില്ല. ഇന്നല്ലദീന കഫറൂ ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈആ വഉലൈക ഹും വഖൂദുൻ നാർ. സത്യനിഷേധികൾക്ക് അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാൻ അവരുടെ സ്വത്തോ സന്താനങ്ങളോ തീരെ ഉപകരിക്കുകയില്ല. അവരാണ് നരകത്തീയിലെ വിറകായി തീരുന്നവർ. കദഅബി ആലി ഫിർഔന വല്ലദീന മിൻ ഖബ്ലിഹിം കദ്ദബൂ ബിആയാതിനാ ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം വല്ലാഹു ശദീദുൽ ഇഖാബ്. ഫിർഔന്റെ ആൾക്കാരുടെയും അവർക്ക് മുമ്പുള്ളവരുടെയും അനുഭവം ഇതിനുദാഹരണമാണ്. അവരെല്ലാം നമ്മുടെ തെളിവുകളെ തള്ളിക്കളഞ്ഞു. അപ്പോൾ അവരുടെ കുറ്റകൃത്യങ്ങൾ കാരണമായി അല്ലാഹു അവരെ പിടികൂടി. അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. قل للذين كفروا ستغلبون وتحشرون إلى جهنم وبئس المهاد. സത്യനിഷേധികളോട് പറയുക, ഒട്ടും വൈകാതെ നിങ്ങൾ പരാജയപ്പെടും. കൂട്ടത്തോടെ നരകത്തീയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും. അതെത്ര ചീത്ത താവളം. قد كان لكم آية في فئتين التقتا
فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار. പരസ്പരം ഏറ്റുമുട്ടിയ രണ്ടു കൂട്ടരിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്. ഒരു വിഭാഗം ദൈവമാർഗത്തിൽ പടവെട്ടുകയായിരുന്നു, മറുവിഭാഗം സത്യനിഷേധികളും. സത്യനിഷേധികളുടെ ദൃഷ്ടിയിൽ സത്യവിശ്വാസികൾ തങ്ങളുടെ ഇരട്ടിയുള്ളതായാണ് തോന്നിയത്. അല്ലാഹു അവൻ ഇച്ഛിക്കുന്നവരെ തന്റെ സഹായത്താൽ കരുത്തരാക്കുന്നു. തീർച്ചയായും ഉൾക്കാഴ്ചയുള്ളവർക്കൊക്കെ ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. സ്ത്രീകൾ, മക്കൾ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ, മേത്തരം കുതിരകൾ, കന്നുകാലികൾ, കൃഷിയിടങ്ങൾ എന്നീ ഇഷ്ടവസ്തുക്കളോടുള്ള മോഹം മനുഷ്യർക്ക് ചേതോഹരമാക്കിയിരിക്കുന്നു. അതൊക്കെയും ഐഹിക ജീവിതത്തിലെ സുഖഭോഗ വിഭവങ്ങളാണ്. എന്നാൽ ഏറ്റവും ഉത്തമമായ സങ്കേതം അല്ലാഹുവിങ്കലാകുന്നു. قل أأنبئكم بخير من ذلكم للذين اتقوا عند ربهم جنات تجري من تحتها الأنهار خالدين فيها وأزواج مطهرة ورضوان من الله والله بصير بالعباد. പറയുക, ഇതിനേക്കാൾ ശ്രേഷ്ഠമായത് ഞാൻ അറിയിച്ചു തരട്ടെയോ? സൂക്ഷ്മത പുലർത്തിയവർക്ക് തങ്ങളുടെ നാഥന്റെ അടുക്കൽ താഴ്ഭാഗത്തോടെ അരുവികളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളുണ്ട്. അവരവിടെ സ്ഥിരവാസികളായിരിക്കും. അവർക്കവിടെ പരിശുദ്ധരായ ഇണകളുണ്ട്. ഒപ്പം അല്ലാഹുവിന്റെ പ്രീതിയും. അല്ലാഹു തന്റെ അടിമകളുടെ അവസ്ഥകളൊക്കെ കണ്ടറിയുന്നവനാണ്. الذين يقولون ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണവർ. ഞങ്ങളുടെ നാഥ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ നീ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരേണമേ. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأسحار. അവർ ക്ഷമ പാലിക്കുന്നവരാണ്, സത്യസന്ധരാണ്, ദൈവഭക്തരാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരാണ്. രാവിന്റെ അവസാന യാമങ്ങളിൽ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുന്നവരും. شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم. താനല്ലാതെ ദൈവമില്ലെന്നതിന് അല്ലാഹു സ്വയം സാക്ഷിയാകുന്നു. മലക്കുകളും ജ്ഞാനികളുമെല്ലാം അതിനു സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അവൻ നീതി സ്ഥാപിക്കുന്നവനത്രേ. അവനല്ലാതെ ദൈവമില്ല. പ്രതാപിയും യുക്തിമാനുമാണവൻ. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം
وما اختلف الذين أوتوا الكتاب إلا من بعد ما جاءهم العلم بغيا بينهم ومن يكفر بآيات الله فإن الله سريع الحساب. ഉറപ്പായും അല്ലാഹുവിങ്കൽ മതമെന്നാൽ ഇസ്ലാം തന്നെ. വേദപുസ്തകം ലഭിച്ചവർ ഇതിൽ വ്യത്യസ്താഭിപ്രായക്കാരായി ഭിന്ന വഴികളിലായത് അവർക്ക് അറിവ് വന്നെത്തിയ ശേഷം മാത്രമാണ്. അവർക്കിടയിലെ കിടമത്സരം കാരണമാണത്. ആരെങ്കിലും അല്ലാഹുവിന്റെ തെളിവുകളെ തള്ളിക്കളയുന്നുവെങ്കിൽ അറിയുക, അല്ലാഹു അതിവേഗം വിചാരണ നടത്തുന്നവനാണ്. فإن حاجوك فقل أسلمت وجهي لله ومن اتبعني وقل للذين أوتوا الكتاب والأميين أأسلمتم فإن أسلموا فقد اهتدوا وإن تولوا فإنما عليك البلاغ والله بصير بالعباد. അഥവാ അവർ നിന്നോട് തർക്കിക്കുകയാണെങ്കിൽ പറയുക, ഞാൻ എന്നെ പൂർണ്ണമായും അല്ലാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു. എന്നെ പിന്തുടർന്നവരും വേദഗ്രന്ഥം ലഭിച്ചവരോടും അക്ഷരജ്ഞാനമില്ലാത്തവരോടും നീ ചോദിക്കുക, നിങ്ങൾ ദൈവത്തിന് കീഴ്പ്പെട്ടോ? അവർ കീഴ്പ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായും അവർ നേർവഴിയിലായി. അവർ പിന്തിരിഞ്ഞു പോയാലോ അവർക്ക് സന്മാർഗം എത്തിക്കേണ്ട ബാധ്യതയെ നിനക്കുള്ളൂ. അല്ലാഹു തന്റെ ദാസന്മാരുടെ കാര്യം സൂക്ഷ്മമായി കണ്ടറിയുന്നവനാണ്. ഇന്നല്ലദീന യക്ഫുറൂന ബിആയാതില്ലാഹി വയഖ്തുലൂന അന്നബിയ്യീന ബിഗൈരി ഹഖ്ഖിൻ വയഖ്തുലൂന അല്ലദീന യഅ്മുറൂന ബിൽഖിസ്തി മിനന്നാസി ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. അല്ലാഹുവിന്റെ തെളിവുകളെ തള്ളിപ്പറയുകയും അന്യായമായി പ്രവാചകന്മാരെ കൊലപ്പെടുത്തുകയും ജനങ്ങളിൽ നിന്ന് നീതി പാലിക്കാൻ കൽപ്പിക്കുന്നവരെ വധിക്കുകയും ചെയ്യുന്നവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടെന്ന് സുവാർത്ത അറിയിക്കുക. ഉലൈക അല്ലദീന ഹബിതത് അഅ്മാലുഹും ഫിദ്ദുനിയാ വൽ ആഖിറതി വമാ ലഹും മിൻ നാസിരീൻ. തങ്ങളുടെ കർമ്മങ്ങളെല്ലാം ഇഹത്തിലും പരത്തിലും പാഴായിപ്പോയവരാണവർ. അവർക്ക് സഹായികളായി ആരുമുണ്ടാവില്ല. അലം തറ ഇലല്ലദീന ഊതൂ നസീബൻ മിനൽ കിതാബി യുദ്ഔന ഇലാ കിതാബില്ലാഹി ലിയഹ്കുമ ബൈനഹും സുമ്മ യതവല്ലാ ഫരീഖും മിൻഹും വഹും മുഅ്രിദൂൻ. വേദവിജ്ഞാനത്തിൽ നിന്ന് ഒരു വിഹിതം കിട്ടിയ കൂട്ടരെക്കുറിച്ച് നീ അറിഞ്ഞില്ലേ? അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് അവരെ ക്ഷണിക്കുമ്പോൾ ഒരു വിഭാഗം ഒഴിഞ്ഞുമാറി പിന്തിരിഞ്ഞു പോകുന്നു. ذلك بأنهم قالوا لن تمسنا النار إلا أياما معدودات وغرهم في دينهم ما كانوا يفترون. നിർണിതമായ ഏതാനും നാളുകളല്ലാതെ നരകത്തീ തങ്ങളെ തൊടില്ലെന്ന് വാദിച്ചതിനാലാണ് അവരങ്ങനെയായത്. അവർ സ്വയം കെട്ടിച്ചമച്ച വാദങ്ങൾ അവരുടെ മതകാര്യത്തിൽ അവരെ വഞ്ചിതരാക്കിയിരിക്കുന്നു. فكيف إذا جمعناهم ليوم لا ريب فيه فكيف إذا جمعناهم ليوم لا ريب فيه ووفيت كل نفس ما كسبت وهم لا يظلمون. ഒരു ദിനം നാം അവരെ ഒരുമിച്ചു കൂട്ടും. അന്ന് അവരുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ സംഭവിക്കുമെന്നതിലൊട്ടും സംശയമില്ല. അന്ന് ഓരോരുത്തർക്കും താൻ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം പൂർണ്ണമായി നൽകും. ആരോടും
ഒട്ടും അക്രമമുണ്ടാവില്ല. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. പറയുക, ആധിപത്യത്തിനുടമയായ അല്ലാഹുവേ, നീ ഇച്ഛിക്കുന്നവർക്ക് നീ ആധിപത്യമേകുന്നു, ഇച്ഛിക്കുന്നവരിൽ നിന്ന് ആധിപത്യം നീക്കിക്കളയുന്നു. നീ ഉദ്ദേശിക്കുന്നവരെ നീ പ്രതാപികളാക്കുന്നു, നീ ഉദ്ദേശിക്കുന്നവരെ ഹീനരാക്കുകയും ചെയ്യുന്നു. സമസ്ത സൗഭാഗ്യങ്ങളും നിന്റെ കയ്യിലാണ്. തീർച്ചയായും നീ എല്ലാ കാര്യത്തിനും കഴിവുറ്റവൻ തന്നെ. تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. നീ രാവിനെ പകലിലേക്ക് കടത്തിവിടുന്നു, പകലിനെ രാവിലേക്കും കടത്തിവിടുന്നു. നീ ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ പുറപ്പെടുവിക്കുന്നു, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ പുറപ്പെടുവിക്കുന്നു. ഇച്ഛിക്കുന്നവർക്ക് നീ കണക്കില്ലാതെ കൊടുക്കുന്നു. لا يتخذ المؤمنون الكافرين أولياء من دون المؤمنين ومن يفعل ذلك فليس من الله في شيء إلا أن تتقوا منهم تقاه ويحذركم الله نفسه وإلى الله المصير. സത്യവിശ്വാസികളെയല്ലാതെ സത്യനിഷേധികളെ രക്ഷാധികാരികളാക്കരുത്. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അവന് അല്ലാഹുവുമായി ഒരു ബന്ധവുമില്ല. നിങ്ങൾ അവരുമായി കരുതലോടെ വർത്തിക്കുകയാണെങ്കിൽ അതിന് വിരോധമില്ല. അല്ലാഹു അവനെപ്പറ്റി നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. അല്ലാഹുവിങ്കലേക്കാണല്ലോ നിങ്ങൾ തിരിച്ചു ചെല്ലേണ്ടത്. قل إن تخفوا ما في صدوركم أو تبدوه يعلمه الله ويعلم ما في السماوات وما في الأرض والله على كل شيء قدير. പറയുക, നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ ഒളിപ്പിച്ചു വച്ചാലും തെളിയിച്ചു കാട്ടിയാലും അല്ലാഹു അറിയും. ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ അറിയുന്നു. അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാണ്. يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا ويحذركم الله نفسه والله رؤوف بالعباد. ഓർക്കുക, ഓരോ മനുഷ്യനും താൻ ചെയ്ത നന്മയുടെയും തിന്മയുടെയും ഫലം നേരിൽ കണ്ടറിയും ദിനം വരാനിരിക്കുന്നു. ആ ദിനം തന്നിൽ നിന്ന് ഏറെ ദൂരെയായിരുന്നെങ്കിലെന്ന് ഓരോ മനുഷ്യനും അന്ന് ആഗ്രഹിച്ചു പോകും. അല്ലാഹു തന്റെ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. അല്ലാഹു തന്റെ അടിമകളോട് പരമദയാലുവാകുന്നു. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. പറയുക, നിങ്ങൾ അല്ലാഹുവെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക. അപ്പോൾ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും, നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരും.
അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. قل أطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين. പറയുക, അല്ലാഹുവേയും അവന്റെ ദൂതനെയും നിങ്ങൾ അനുസരിക്കുക. നിങ്ങൾ പിന്മാറുകയാണെങ്കിൽ അറിയുക, അല്ലാഹു സത്യനിഷേധികളെ സ്നേഹിക്കുകയില്ല തീർച്ച. إن الله اصطفى آدم ونوحا وآل إبراهيم وآل عمران على العالمين. ആദം, നോഹ്, ഇബ്രാഹിം കുടുംബം, ഇമ്രാൻ കുടുംബം ഇവരെയൊക്കെ നിശ്ചയമായും ലോകജനതയിൽ നിന്ന് അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു. ذُرِّيَّةً بَعْضُهَا مِنْ بَعْضٍ وَاللَّهُ سَمِيعٌ عَلِيمٌ. അവരെല്ലാം ഒരേ വംശപരമ്പരയിലെ സന്തതികളാണ്. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമത്രേ. إذ قالت امرأة عمران رب إني نذرت لك ما في بطني محررا فتقبل مني إنك أنت السميع العليم. ഓർക്കുക, ഇമ്രാന്റെ ഭാര്യ ഇങ്ങനെ പ്രാർത്ഥിച്ച സന്ദർഭം. എന്റെ നാഥ, എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിന്റെ സേവനത്തിനായി ഒഴിഞ്ഞിടാൻ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. എന്നിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമല്ലോ. فلما وضعتها قالت رب إني وضعتها أنثى والله أعلم بما وضعت قالت رب إني وضعتها أنثى والله أعلم بما وضعت وليس الذكر كالأنثى وإني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم. അങ്ങനെ ആ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു, എന്റെ നാഥ, ഞാൻ പ്രസവിച്ചത് പെൺകുഞ്ഞിനെയാണല്ലോ. അവൾ പ്രസവിച്ചത് ആരെയെന്ന് നന്നായി അറിയുന്നവനാണ് അല്ലാഹു. ആണ് പെണ്ണിനെപ്പോലെയല്ലല്ലോ. ആ കുഞ്ഞിന് ഞാൻ മറിയം എന്ന് പേരിട്ടിരിക്കുന്നു. അവളെയും അവളുടെ സന്താന പരമ്പരകളെയും ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് രക്ഷിക്കാനായി ഞാനിതാ നിന്നിൽ അഭയം തേടുന്നു. فتقبلها ربها بقبول حسن وأنبتها نباتا حسنا وكفلها زكريا كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنى لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب. അങ്ങനെ അവളുടെ നാഥൻ അവളെ നല്ല നിലയിൽ സ്വീകരിച്ചു, മെച്ചപ്പെട്ട രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നു. സക്കരിയായെ അവളുടെ സംരക്ഷകനാക്കി. സക്കരിയ മിഹ്റാബിൽ അവളുടെ അടുത്തു ചെന്നപ്പോഴെല്ലാം അവൾക്കരികെ ആഹാരപദാർത്ഥങ്ങൾ കാണാറുണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹം ചോദിച്ചു, മറിയം, നിനക്കെവിടെ നിന്നാണിത് കിട്ടുന്നത്? അവൾ അറിയിച്ചു, ഇത് അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ്. അല്ലാഹു അവൻ ഇച്ഛിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കുന്നു. هنالك دعا زكريا ربه قال رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. അവിടെ വെച്ച് സക്കരിയ തന്റെ നാഥനോട് പ്രാർത്ഥിച്ചു, എന്റെ നാഥ,
എനിക്കു നീ നിന്റെ വകയായി നല്ലവരായ മക്കളെ നൽകണമേ. തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവനല്ലോ. فنادته الملائكة وهو قائم يصلي في المحراب أن الله يبشرك بيحيى مصدقا بكلمة من الله وسيدا وحصورا ونبيا من الصالحين. അങ്ങനെ അദ്ദേഹം മിഹ്റാബിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കെ മലക്കുകൾ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, നിശ്ചയമായും അല്ലാഹു നിന്നെ യഹ്യായെ സംബന്ധിച്ച ശുഭവാർത്ത അറിയിക്കുന്നു. അല്ലാഹുവിൽ നിന്നുള്ള വചനത്തെ സത്യപ്പെടുത്തുന്നവനായാണ് അവൻ വരിക. അവൻ നേതാവും ആത്മസംയമനം പാലിക്കുന്നവനും സദ്വൃത്തരിൽപ്പെട്ട പ്രവാചകനുമായിരിക്കും. قال رب أنى يكون لي غلام وقد بلغني الكبر وامرأتي عاقر قال كذلك الله يفعل ما يشاء. സക്കറിയ ചോദിച്ചു, എന്റെ നാഥ, എനിക്കെങ്ങനെ ഇനിയൊരു പുത്രനുണ്ടാകും? ഞാൻ കിഴവനായി കഴിഞ്ഞു, എന്റെ ഭാര്യയോ വന്ധ്യയും. അല്ലാഹു അറിയിച്ചു, അതൊക്കെ ശരി തന്നെ. എന്നാൽ അല്ലാഹു അവനിച്ഛിക്കുന്നത് ചെയ്യുന്നു. قال رب اجعل لي آية قال آيتك ألا تكلم الناس 3 أيام إلا رمزا واذكر ربك كثيرا وسبح بالعشي والإبكار. അദ്ദേഹം പറഞ്ഞു, എന്റെ നാഥ, എനിക്ക് നീ ഒരടയാളം കാണിച്ചു തന്നാലും. അല്ലാഹു അറിയിച്ചു, നിനക്കുള്ള അടയാളം 3 നാൾ ആംഗ്യഭാഷയിലല്ലാതെ ജനങ്ങളോട് സംസാരിക്കാതിരിക്കലാണ്. നിന്റെ നാഥനെ ധാരാളമായി സ്മരിക്കുക, രാവിലെയും വൈകുന്നേരവും അവന്റെ വിശുദ്ധി വാഴ്ത്തുക. وَإِذْ قَالَتِ الْمَلَائِكَةُ يَا مَرْيَمُ إِنَّ اللَّهَ اصْطَفَاكِ وَطَهَّرَكِ وَاصْطَفَاكِ عَلَى نِسَاءِ الْعَالَمِينَ. മലക്കുകൾ പറഞ്ഞതോർക്കുക, മറിയം, അല്ലാഹു നിന്നെ പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു, വിശുദ്ധയും ലോകത്തിലെ മറ്റേത് സ്ത്രീകളെക്കാളും വിശിഷ്ടയുമാക്കിയിരിക്കുന്നു. يا مريم اقنتي لربك واسجدي واركعي مع الراكعين. മറിയം, നീ നിന്റെ നാഥനെ അനുസരിക്കുക, അവന് സുജൂദ് ചെയ്യുക, റുക്കൂ ചെയ്യുന്നവരോടൊപ്പം റുക്കൂ ചെയ്യുക. ذلك من أنباء الغيب نوحيه إليك وما كنت لديهم إذ يلقون أقلامهم أيهم يكفل مريم وما كنت لديهم إذ يختصمون. നാം നിനക്ക് ബോധനം നൽകുന്ന അഭൗതിക വിവരങ്ങളിൽപ്പെട്ടതാണിത്. തങ്ങളിൽ ആരാണ് മറിയമിന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതെന്ന് നിശ്ചയിക്കാൻ അവർ തങ്ങളുടെ എഴുത്താണികൾ എറിഞ്ഞു നറുക്കിട്ടപ്പോൾ നീ അവരോടൊപ്പമുണ്ടായിരുന്നില്ല. അക്കാര്യത്തിൽ അവർ തർക്കിച്ചുകൊണ്ടിരുന്നപ്പോഴും നീ അവിടെയുണ്ടായിരുന്നില്ല. إذ قالت الملائكة يا مريم إن الله يبشرك بكلمة منه اسمه المسيح عيسى ابن مريم وجيها في الدنيا والآخرة ومن المقربين. മലക്കുകൾ പറഞ്ഞതോർക്കുക, മറിയം, അല്ലാഹു തന്നിൽ നിന്നുള്ള ഒരു വചനത്തെ സംബന്ധിച്ച് നിന്നെ ഇതാ ശുഭവാർത്ത അറിയിക്കുന്നു. അവന്റെ പേർ മറിയമിന്റെ മകൻ മസീഹ് ഈസ എന്നാകുന്നു. അവൻ ഈ ലോകത്തും പരലോകത്തും ഉന്നതസ്ഥാനീയനും അല്ലാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവനുമായിരിക്കും. وَيُكَلِّمُ النَّاسَ فِي الْمَهْدِ وَكَهْلًا وَمِنَ الصَّالِحِينَ.
തൊട്ടിലിൽ വച്ചു തന്നെ അവൻ ജനത്തോട് സംസാരിക്കും. പ്രായമായ ശേഷവും അവൻ സൽക്കർമ്മിയായിരിക്കും. قالت رب أنى يكون لي ولد ولم يمسسني بشر قال كذلك الله يخلق ما يشاء إذا قضى أمرا فإنما يقول له كن فيكون. അവൾ ചോദിച്ചു, എന്റെ നാഥ, എനിക്കെങ്ങനെ പുത്രനുണ്ടാകും? എന്നെ ഒരു പുരുഷനും തൊട്ടിട്ടു പോലുമില്ല. അല്ലാഹു അറിയിച്ചു, അതു ശരി തന്നെ. എന്നാൽ അല്ലാഹു അവനിച്ഛിക്കുന്നത് സൃഷ്ടിക്കുന്നു. അവൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനോട് ഉണ്ടാവുക എന്ന് പറയുകയേ വേണ്ടൂ, അപ്പോഴേക്കും അതുണ്ടാവുന്നു. ويعلمه الكتاب والحكمة والتوراة والإنجيل. അവനെ അല്ലാഹു വേദവും യുക്തിജ്ഞാനവും തൗറാത്തും ഇഞ്ചീലും പഠിപ്പിക്കും. ورسولا إلى بني إسرائيل أني قد جئتكم بآية من ربكم أني أخلق لكم من الطين كهيئة الطير فأنفخ فيه فيكون طيرا بإذن الله وأبرئ الأكمه والأبرص وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوتكم إن في ذلك لآية لكم إن كنتم مؤمنين. ഇസ്രായേൽ മക്കളിലേക്ക് ദൂതനായി നിയോഗിക്കും. അവൻ പറയും, ഞാൻ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള തെളിവുമായാണ് നിങ്ങളുടെ അടുത്തു വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്കായി കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കും. പിന്നെ ഞാൻ അതിലൂതിയാൽ അല്ലാഹുവിന്റെ അനുമതിയോടെ അതൊരു പക്ഷിയായിത്തീരും. ജന്മനാ കണ്ണില്ലാത്തവനെയും പാണ്ഡുരോഗിയെയും ഞാൻ സുഖപ്പെടുത്തും. അല്ലാഹുവിന്റെ ഹിതമനുസരിച്ച് മരിച്ചവരെ ജീവിപ്പിക്കും. നിങ്ങൾ തിന്നുന്നതെന്തെന്നും വീടുകളിൽ സൂക്ഷിച്ചുവെച്ചത് ഏതൊക്കെയെന്നും ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരും. തീർച്ചയായും അതിലെല്ലാം നിങ്ങൾക്ക് അടയാളങ്ങളുണ്ട്, നിങ്ങൾ വിശ്വാസികളെങ്കിൽ. ومصدقا لما بين يدي من التوراة ولأحل لكم بعض الذي حرم عليكم وجئتكم بآية من ربكم فاتقوا الله وأطيعون. എനിക്ക് മുമ്പ് അവതീർണമായ തൗറാത്തിനെ ശരിവെക്കുന്നവനായാണ് എന്നെ അയച്ചത്. നിങ്ങൾക്ക് നിഷിദ്ധമായിരുന്ന ചിലത് അനുവദിച്ചു തരാനും നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള തെളിവുമായാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നത്. അതിനാൽ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, എന്നെ അനുസരിക്കുക. ഇന്നല്ലാഹ റബ്ബി വറബ്ബുകും ഫഅ്ബുദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം. നിശ്ചയമായും അല്ലാഹു എന്റെയും നിങ്ങളുടെയും നാഥനാണ്. അതിനാൽ അവനു മാത്രം വഴിപ്പെടുക, ഇതാണ് നേർവഴി. ഫലമ്മാ أحس عيسى منهم الكفر قال من أنصاري إلى الله قال الحواريون نحن أنصار الله آمنا بالله واشهد بأننا مسلمون. പിന്നീട് ഈസാക്ക് അവരുടെ സത്യനിഷേധഭാവം ബോധ്യമായപ്പോൾ ചോദിച്ചു, അല്ലാഹുവിന്റെ മാർഗത്തിൽ എനിക്ക് സഹായികളായി ആരുണ്ട്? ഹവാരികൾ പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാണ്. ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ അല്ലാഹുവെ അനുസരിക്കുന്നവരാണെന്ന് അങ്ങ് സാക്ഷ്യം വഹിച്ചാലും. റബ്ബനാ ആമന്നാ ബിമാ
أنزلت واتبعنا الرسول فاكتبنا مع الشاهدين. ഞങ്ങളുടെ നാഥ, നീ ഇറക്കിത്തന്നതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. നിന്റെ ദൂതനെ ഞങ്ങൾ പിന്തുടരുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ രേഖപ്പെടുത്തണമേ. ومكروا ومكر الله والله خير الماكرين. സത്യനിഷേധികൾ ഗൂഢതന്ത്രം പ്രയോഗിച്ചു, അല്ലാഹുവും തന്ത്രം പ്രയോഗിച്ചു. തന്ത്രപ്രയോഗങ്ങളിൽ മറ്റാരെക്കാളും മികച്ചവൻ അല്ലാഹു തന്നെ. إذ قال الله يا عيسى إني متوفيك ورافعك إلي ومطهرك من الذين كفروا وجاعل الذين اتبعوك فوق الذين كفروا إلى يوم القيامة ثم إلي مرجعكم فأحكم بينكم فيما كنتم فيه تختلفون. അല്ലാഹു പറഞ്ഞതോർക്കുക, ഈസ, ഞാൻ നിന്നെ പൂർണ്ണമായി ഏറ്റെടുക്കും, നിന്നെ എന്നിലേക്ക് ഉയർത്തും, സത്യനിഷേധികളിൽ നിന്ന് നിന്നെ നാം രക്ഷപ്പെടുത്തും. നിന്നെ പിൻപറ്റിയവരെ ഉയിർത്തെഴുന്നേൽപ്പുനാൾ വരെ സത്യനിഷേധികളെക്കാൾ മീതയാക്കും. പിന്നെ നിങ്ങളുടെയൊക്കെ തിരിച്ചുവരവ് എന്റെ അടുത്തേക്കാണ്. നിങ്ങൾ ഭിന്നിച്ചിരുന്ന കാര്യങ്ങളിൽ അപ്പോൾ ഞാൻ തീർപ്പു കൽപ്പിക്കും. فأما الذين كفروا فأعذبهم عذابا شديدا في الدنيا والآخرة وما لهم من ناصرين. എന്നാൽ സത്യനിഷേധികളെ നാം ഇഹത്തിലും പരത്തിലും കഠിനമായി ശിക്ഷിക്കും. അവർക്ക് സഹായികളായി ആരുമുണ്ടാവില്ല. وَأَمَّا الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ فَيُوَفِّيهِمْ أُجُورَهُمْ وَاللَّهُ لَا يُحِبُّ الظَّالِمِينَ. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരോ അവർക്കുള്ള പ്രതിഫലം അല്ലാഹു പൂർണ്ണമായും നൽകും. അക്രമികളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. ذَلِكَ نَتْلُوهُ عَلَيْكَ مِنَ الْآيَاتِ وَالذِّكْرِ الْحَكِيمِ. നിനക്ക് നാം ഈ ഓതിക്കേൾപ്പിക്കുന്നത് അല്ലാഹുവിന്റെ വചനങ്ങളിൽപ്പെട്ടതാണ്, യുക്തിപൂർവമായ ഉദ്ബോധനത്തിൽ നിന്നുള്ളവയും. إن مثل عيسى عند الله كمثل آدم خلقه من تراب ثم قال له كن فيكون. സംശയമില്ല, അല്ലാഹുവിന്റെ അടുത്ത് ഈസായുടെ ഉപമ ആദമിന്റേതുപോലെയാണ്. അല്ലാഹു ആദമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നെ അതിനോട് ഉണ്ടാവുക എന്ന് കൽപ്പിച്ചു. അപ്പോഴതാ ആദം ഉണ്ടാകുന്നു. الحق من ربك فلا تكن من الممترين. ഇതെല്ലാം നിന്റെ നാഥനിൽ നിന്നുള്ള സത്യസന്ദേശമാണ്. അതിനാൽ നീ സംശയാലുക്കളിൽ പെടാതിരിക്കുക. فمن حاجك فيه من بعد ما جاءك من العلم فقل تعالوا ندع أبناءنا وأبناءكم ونساءنا ونساءكم وأنفسنا وأنفسكم ثم نبتهل فنجعل لعنة الله على الكاذبين. നിനക്ക് യഥാർത്ഥ ജ്ഞാനം വന്നെത്തിയ ശേഷം ഇക്കാര്യത്തിൽ ആരെങ്കിലും നിന്നോട് തർക്കിക്കാൻ വരുന്നുവെങ്കിൽ അവരോട് പറയുക, നിങ്ങൾ വരൂ, നമ്മുടെ ഇരു കൂട്ടരുടെയും മക്കളെയും സ്ത്രീകളെയും നമുക്ക് വിളിച്ചു ചേർക്കാം. നമുക്ക് ഒത്തുചേർന്ന് കൂട്ടായി അകമഴിഞ്ഞ് പ്രാർത്ഥിക്കാം. കള്ളം പറയുന്നവർക്ക്
ദൈവശാപമുണ്ടാവട്ടെ. ഇന്ന ഹാദാ ലഹുവൽ ഖസസുൽ ഹഖ് വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ് വഇന്നല്ലാഹ ലഹുവൽ അസീസുൽ ഹകീം. ഇത് സത്യസന്ധമായ സംഭവ വിവരണമാണ്. തീർച്ച അല്ലാഹു അല്ലാതെ ദൈവമില്ല. ഉറപ്പായും അല്ലാഹു തന്നെയാണ് പ്രതാപിയും യുക്തിമാനും. فإن تولوا فإن الله عليم بالمفسدين. ഇനിയും അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഓർക്കുക, തീർച്ചയായും അല്ലാഹു നാശകാരികളെപ്പറ്റി നന്നായി അറിയുന്നവനാണ്. قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. പറയുക, വേദവിശ്വാസികളെ, ഞങ്ങളും നിങ്ങളും ഒന്നുപോലെ അംഗീകരിക്കുന്ന തത്വത്തിലേക്ക് വരിക. അതിതാണ്, അല്ലാഹു അല്ലാത്ത ആർക്കും നാം വഴിപ്പെടാതിരിക്കുക, അവനിൽ ഒന്നിനെയും പങ്കുചേർക്കാതിരിക്കുക. അല്ലാഹുവെ കൂടാതെ നമ്മിൽ ചിലർ മറ്റു ചിലരെ രക്ഷാധികാരികളാക്കാതിരിക്കുക. ഇനിയും അവർ പിന്തിരിഞ്ഞു പോകുന്നുവെങ്കിൽ പറയുക, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. നിങ്ങൾ അതിന് സാക്ഷികളാവുക. യാ അഹ്ലൽ കിതാബി ലിമ തുഹാജ്ജൂന ഫീ ഇബ്രാഹീമ വമാ ഉൻസിലത്തിത് തൗറാത്തു വൽ ഇൻജീലു ഇല്ലാ മിൻ ബഅദിഹി അഫലാ തഅഖിലൂൻ. വേദക്കാരെ, ഇബ്രാഹീമിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിന് തർക്കിക്കുന്നു? തൗറാത്തും ഇഞ്ചീലും അവതരിച്ചത് അദ്ദേഹത്തിന് ശേഷമാണല്ലോ. നിങ്ങൾ ഒട്ടും ആലോചിക്കാത്തതെന്ത്? ഹാ അൻതും ഹാഉലാഇ ഹാജജ്തും ഫീമാ ലകും ബിഹി ഇൽമുൻ ഫലിമ തുഹാജ്ജൂന ഫീമാ ലൈസ ലകും ബിഹി ഇൽം വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിവുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് തർക്കിച്ചു. ഇപ്പോൾ നിങ്ങൾ എന്തിന് അറിയാത്ത കാര്യത്തിലും തർക്കിക്കുന്നു? അല്ലാഹു എല്ലാം അറിയുന്നു, നിങ്ങളോ അറിയുന്നുമില്ല. ما كان إبراهيم يهوديا ولا نصرانيا ولكن كان حنيفا مسلما وما كان من المشركين. ഇബ്രാഹിം ജൂതനോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല, വക്രതയില്ലാത്ത മുസ്ലിമായിരുന്നു. അദ്ദേഹം ഒരിക്കലും ബഹുദൈവ വിശ്വാസിയായിരുന്നില്ല. إن أولى الناس بإبراهيم للذين اتبعوه وهذا النبي والذين آمنوا والله ولي المؤمنين. തീർച്ചയായും ജനങ്ങളിൽ ഇബ്രാഹീമിനോട് ഏറ്റവും അടുത്തവർ അദ്ദേഹത്തെ പിൻപറ്റിയവരും ഈ പ്രവാചകനും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരുമാണ്. അല്ലാഹു സത്യവിശ്വാസികളുടെ രക്ഷകനാകുന്നു. طائفة من أهل الكتاب لو يضلونكم وما يضلون إلا أنفسهم وما يشعرون. വേദക്കാരിൽ ഒരു കൂട്ടർ നിങ്ങളെ വഴിതെറ്റിക്കാൻ കഴിഞ്ഞെങ്കിലെന്ന് കൊതിക്കുന്നു. സത്യത്തിൽ അവർ അവരെ തന്നെയാണ് വഴിതെറ്റിക്കുന്നത്, പക്ഷേ അവരതറിയുന്നില്ല. يا
أهل الكتاب لم تكفرون بآيات الله وأنتم تشهدون വേദക്കാരെ, നിങ്ങൾ എന്താണ് ദൈവിക ദൃഷ്ടാന്തങ്ങളെ തള്ളിപ്പറയുന്നത്? നിങ്ങൾ അവയ്ക്ക് സാക്ഷ്യം വഹിച്ചവരല്ലോ. يا أهل الكتاب لم تلبسون الحق بالباطل وتكتمون الحق وأنتم تعلمون വേദക്കാരെ, നിങ്ങൾ എന്തിനാണ് സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴയ്ക്കുന്നത്? അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിന് സത്യത്തെ മറച്ചുവെക്കുന്നു? وقالت طائفة من أهل الكتاب آمنوا بالذي أنزل على الذين آمنوا وجه النهار واكفروا آخره لعلهم يرجعون. വേദക്കാരിൽ ഒരു കൂട്ടർ പറയുന്നു, ഈ വിശ്വാസികൾക്ക് അവതീർണമായതിൽ പകലിന്റെ പ്രാരംഭത്തിൽ നിങ്ങൾ വിശ്വസിച്ചുകൊള്ളുക, പകലറുതിയിൽ അതിനെ തള്ളിപ്പറയുകയും ചെയ്യുക. അതുകണ്ട് ആ വിശ്വാസികൾ നമ്മിലേക്ക് തിരിച്ചു വന്നേക്കാം. ولا تؤمنوا إلا لمن تبع دينكم قل إن الهدى هدى الله أن يؤتى أحد مثل ما أوتيتم أو يحاجوكم عند ربكم قل إن الفضل بيد الله يؤتيه من يشاء والله واسع عليم. നിങ്ങളുടെ മതത്തെ പിൻപറ്റുന്നവരെയല്ലാതെ ആരെയും നിങ്ങൾ വിശ്വസിക്കരുത്. പറയുക, അല്ലാഹുവിന്റെ സന്മാർഗം മാത്രമാണ് യഥാർത്ഥ സത്യപാത. നിങ്ങൾക്കു തന്ന വേദത്തിന് തുല്യം മറ്റാർക്കെങ്കിലും നൽകുമെന്നോ അതിന്റെ പേരിൽ നിങ്ങളുടെ നാഥന്റെ അടുക്കൽ അവരാരെങ്കിലും നിങ്ങളോട് ന്യായവാദം നടത്തുമെന്നോ നിങ്ങൾ വിശ്വസിക്കരുതെന്നും ആ വേദക്കാർ പറഞ്ഞു. പറയുക, അനുഗ്രഹങ്ങളെല്ലാം അല്ലാഹുവിന്റെ കയ്യിലാണ്. അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ അത് നൽകുന്നു. അല്ലാഹു ഏറെ വിശാലതയുള്ളവനാണ്, എല്ലാം അറിയുന്നവനും. يختص برحمته من يشاء والله ذو الفضل العظيم. അല്ലാഹു അവൻ ഇച്ഛിക്കുന്നവർക്ക് തന്റെ കാരുണ്യം പ്രത്യേകം നൽകുന്നു. അല്ലാഹു അതിമഹത്തായ അനുഗ്രഹമുള്ളവനാണ്. ومن أهل الكتاب من إن تأمنه بقنطار يؤده إليك ومنهم من إن تأمنه بدينار لا يؤده إليك إلا ما دمت عليه قائما ذلك بأنهم قالوا ليس علينا في الأميين سبيل ويقولون على الله الكذب وهم يعلمون. വേദവിശ്വാസികളിൽ ഒരു വിഭാഗം നീയൊരു സ്വർണ്ണ കൂമ്പാരം തന്നെ വിശ്വസിച്ചേൽപ്പിച്ചാലും അത് തിരിച്ചു തരുന്നവരാണ്. മറ്റൊരു വിഭാഗമുണ്ട്, കേവലം ഒരു ദീനാർ വിശ്വസിച്ചേൽപ്പിച്ചാൽ പോലും നിനക്ക് അവരത് മടക്കിത്തരില്ല, നീ നിരന്തരം പിന്തുടർന്നാലല്ലാതെ. അതിനു കാരണം അവരിങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ നിരക്ഷരരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് കുറ്റമുണ്ടാവാനിടയില്ല. അവർ അറിഞ്ഞുകൊണ്ടുതന്നെ അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറയുകയാണ്. بلى من أوفى بعهده واتقى فإن الله يحب المتقين. അല്ല, ആരെങ്കിലും തന്റെ പ്രതിജ്ഞ പാലിക്കുകയും സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുന്നുവെങ്കിൽ അറിയുക, തീർച്ചയായും അല്ലാഹു സൂക്ഷ്മത പുലർത്തുന്നവരെ ഇഷ്ടപ്പെടുന്നു.
إن الذين يشترون بعهد الله وأيمانهم ثمنا قليلا أولئك لا خلاق لهم في الآخرة ولا يكلمهم الله ولا ينظر إليهم يوم القيامة ولا يزكيهم ولهم عذاب أليم. അല്ലാഹുവോടുള്ള പ്രതിജ്ഞയും സ്വന്തം ശപഥങ്ങളും നിസ്സാര വിലയ്ക്ക് വിൽക്കുന്നവർക്ക് പരലോകത്ത് ഒരു വിഹിതവുമുണ്ടാവില്ല. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ അല്ലാഹു അവരോട് മിണ്ടുകയില്ല, അവരെ നോക്കുകയോ സംസ്കരിക്കുകയോ ഇല്ല. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. وَإِنَّ مِنْهُمْ لَفَرِيقًا يَلْوُونَ أَلْسِنَتَهُم بِالْكِتَابِ لِتَحْسَبُوهُ مِنَ الْكِتَابِ وَمَا هُوَ مِنَ الْكِتَابِ وَيَقُولُونَ هُوَ مِنْ عِندِ اللَّهِ وَمَا هُوَ مِنْ عِندِ اللَّهِ وَيَقُولُونَ عَلَى اللَّهِ الْكَذِبَ وَهُمْ يَعْلَمُونَ. വേദവായനയിൽ വക്രത വരുത്തുന്നവരും അക്കൂട്ടത്തിലുണ്ട്. അതൊക്കെ വേദപുസ്തകത്തിലുള്ളതാണെന്ന് നിങ്ങൾ ധരിക്കാനാണത്. എന്നാൽ അതൊന്നും വേദപുസ്തകത്തിലുള്ളതല്ല. അതൊക്കെ അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണെന്ന് അവരവകാശപ്പെടും. യഥാർത്ഥത്തിൽ അതൊന്നും അല്ലാഹുവിങ്കൽ നിന്നുള്ളതല്ല. അവർ ബോധപൂർവം അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറയുകയാണ്. മാ കാന ലിബശരിൻ അൻ യുഅ്തിയഹുല്ലാഹുൽ കിതാബ വൽ ഹുക്മ വൻ നുബുവത സുമ്മ യഖൂല ലിന്നാസി കൂനൂ ഇബാദൻ ലീ മിൻ ദൂനില്ലാഹി ولكن كونوا ربانيين بما كنتم تعلمون الكتاب وبما كنتم تدرسون. ഒരാൾക്ക് അല്ലാഹു വേദപുസ്തകവും യുക്തിജ്ഞാനവും പ്രവാചകത്വവും നൽകുക. എന്നിട്ട് അയാൾ ജനങ്ങളോട്, നിങ്ങൾ അല്ലാഹുവിന്റെ അടിമകളാകുന്നതിനു പകരം എന്റെ അടിമകളാവുക എന്ന് പറയുക. ഇത് ഒരു മനുഷ്യനിൽ നിന്ന് ഒരിക്കലും സംഭവിക്കാവതല്ല. മറിച്ച് അയാൾ പറയുക, നിങ്ങൾ വേദപുസ്തകം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ കളങ്കമേശാത്ത ദൈവഭക്തരാവുക എന്നായിരിക്കും. ولا يأمركم أن تتخذوا الملائكة والنبيين أربابا أيأمركم بالكفر بعد إذ أنتم مسلمون. നിങ്ങൾ മലക്കുകളെയും പ്രവാചകന്മാരെയും രക്ഷകരാക്കണമെന്ന് അയാൾ ഒരിക്കലും നിങ്ങളോട് കൽപ്പിക്കുക എന്നതും സംഭവ്യമല്ല. നിങ്ങൾ മുസ്ലിങ്ങളായ ശേഷം സത്യനിഷേധികളാകാൻ ഒരു പ്രവാചകൻ നിങ്ങളോട് കൽപ്പിക്കുകയോ? وَإِذْ أَخَذَ اللَّهُ مِيثَاقَ النَّبِيِّينَ لَمَا آتَيْتُكُم مِّن كِتَابٍ وَحِكْمَةٍ ثُمَّ جَاءَكُمْ رَسُولٌ مُصَدِّقٌ لِّمَا مَعَكُمْ لَتُؤْمِنُنَّ بِهِ وَلَتَنصُرُنَّهُ قال أأقررتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. ഓർക്കുക, അല്ലാഹു പ്രവാചകന്മാരോടിങ്ങനെ ഉറപ്പുവാങ്ങിയ സന്ദർഭം. ഞാൻ നിങ്ങൾക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും നൽകി. പിന്നീട് നിങ്ങളുടെ വശമുള്ളതിനെ സത്യപ്പെടുത്തുന്ന ഒരു ദൈവദൂതൻ നിങ്ങളുടെ അടുത്തു വരികയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കുകയും സഹായിക്കുകയും വേണം. അല്ലാഹു അവരോട് ചോദിച്ചു, നിങ്ങളിത് അംഗീകരിക്കുകയും അതനുസരിച്ച് എന്നോടുള്ള കരാർ ഒരു ബാധ്യതയായി ഏറ്റെടുക്കുകയും ചെയ്തില്ലേ? അവർ അറിയിച്ചു, അതെ, ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അല്ലാഹു പറഞ്ഞു, എങ്കിൽ നിങ്ങൾ അതിന് സാക്ഷികളാവുക. ഞാനും നിങ്ങളോടൊപ്പം സാക്ഷിയായുണ്ട്.
فمن تولى بعد ذلك فأولئك هم الفاسقون. അതിനുശേഷം ആരെങ്കിലും പിന്തിരിഞ്ഞു കളഞ്ഞാൽ അവർ തന്നെയാണ് അധർമ്മകാരികൾ. أفغير دين الله يبغون أفغير دين الله يبغون وله أسلم من في السماوات والأرض طوعا وكرها وإليه يرجعون. അല്ലാഹുവിന്റെ ദീനല്ലാത്ത മറ്റു വല്ലതുമാണോ അവരാഗ്രഹിക്കുന്നത്? ആകാശഭൂമികളിലുള്ളവരൊക്കെയും സ്വയം സന്നദ്ധമായോ നിർബന്ധിതമായോ അവന് മാത്രം കീഴ്പ്പെട്ടിരിക്കെ എല്ലാവരുടെയും തിരിച്ചുപോക്കും അവങ്കലേക്ക് തന്നെ. ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى والنبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون. പറയുക, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ഇറക്കിത്തന്നത് ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ് സന്തതികൾ എന്നിവർക്ക് ഇറക്കിക്കൊടുത്തത് മൂസാക്കും ഈസാക്കും മറ്റു പ്രവാചകന്മാർക്കും തങ്ങളുടെ നാഥനിൽ നിന്ന് വന്നെത്തിയത് എല്ലാറ്റിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവരിലാരോടും ഞങ്ങൾ ഒരു വിവേചനവും കാണിക്കുന്നില്ല. ഞങ്ങൾ അല്ലാഹുവിന് മാത്രം കീഴ്പ്പെട്ട് ജീവിക്കുന്നവരുമാണ്. ومن يبتغ غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. ഇസ്ലാം അല്ലാത്ത ജീവിതമാർഗം ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനിൽ നിന്നത് സ്വീകരിക്കുകയില്ല. പരലോകത്തോ അവൻ പരാജിതരിലുമായിരിക്കും. كيف يهدي الله قوما كفروا بعد إيمانهم وشهدوا أن الرسول حق وجاءهم البينات والله لا يهدي القوم الظالمين. സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം വീണ്ടും സത്യനിഷേധികളായ ജനതയെ അല്ലാഹു എങ്ങനെ നേർവഴിയിലാക്കും? ദൈവദൂതൻ സത്യവാനാണെന്ന് സ്വയം സാക്ഷ്യം വഹിച്ചവരാണിവർ. അവർക്ക് വ്യക്തമായ തെളിവുകൾ വന്നെത്തിയിട്ടുണ്ട്. അക്രമികളായ ആ ജനവിഭാഗത്തെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. أولئك جزاؤهم أن عليهم لعنة الله والملائكة والناس أجمعين. ഉറപ്പായും അവർക്കുള്ള പ്രതിഫലം അല്ലാഹുവിന്റെയും മലക്കുകളുടെയും മുഴുവൻ മനുഷ്യരുടെയും ശാപമാണ്. خالدين فيها لا يخفف عنهم العذاب ولا هم ينظرون. അവർ എന്നെന്നും അതിലായിരിക്കും. ശിക്ഷയിൽ അവർക്കൊരിളവുമില്ല. ശിക്ഷ നടപ്പാക്കുന്നതിൽ ഒട്ടും അവധി കിട്ടുകയുമില്ല. إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. പിന്നീട് പശ്ചാത്തപിക്കുകയും ജീവിതം നന്നാക്കി തീർക്കുകയും ചെയ്തവർക്കൊഴികെ അപ്പോൾ അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാണ്. إن الذين كفروا بعد إيمانهم ثم ازدادوا كفرا لن تقبل توبتهم وأولئك هم الضالون.
സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം സത്യനിഷേധികളായി മാറുകയും പിന്നീട് സത്യനിഷേധം വർദ്ധിക്കുകയും ചെയ്തവരുടെ പശ്ചാത്താപം അല്ലാഹു ഒരിക്കലും സ്വീകരിക്കുകയില്ല. അവർ തന്നെയാണ് ദുർമാർഗികൾ. ഇന്നല്ലദീന കഫറൂ വമാതു വഹും കുഫാറുൻ ഫലൻ യുഖ്ബല മിൻ അഹദിഹിം മിൽഉൽ അർദി ദഹബൻ വലൗ ഇഫ്തദാ ബിഹി ഉലൈക ലഹും അദാബുൻ അലീം വമാ ലഹും മിൻ നാസിരീൻ. സത്യനിഷേധികളായി ജീവിക്കുകയും സത്യനിഷേധികളായി തന്നെ മരിക്കുകയും ചെയ്തവരിൽ ആരെങ്കിലും ഭൂമി നിറയെ സ്വർണം പ്രായശ്ചിത്തമായി നൽകിയാലും അവരിൽ നിന്നത് സ്വീകരിക്കുന്നതല്ല. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. അവർക്ക് സഹായിയായി ആരുമുണ്ടാവില്ല.